വിവിധയിടങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ പാലക്കാട് നടക്കുന്ന പ്രതിഷേധം, അപ്പോൾ തന്നെ നേരത്തെ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുൻപ് വലിയ പ്രതിഷേധം നടന്നിരുന്നു. ഇപ്പോൾ രാജിവെക്കണം, MLA സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല, MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് വിവിധയിടങ്ങളിലായി നടക്കുന്നത്. പാലക്കാട് നടക്കുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം, കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. ഒട്ടിലിഴഞ്ഞേ പോകൂ നീ, ഒട്ടിലിഴഞ്ഞേ പോകൂ നീ, ഒട്ടിലിഴഞ്ഞേ പോകൂ നീ, ഒട്ടിലിഴഞ്ഞേ പോകൂ നീ. ജയ് ജയ് BJP, ജയ് ജയ് ഭാരത്, ജയ് ജയ് ഭാരത് മാതാ. ഉണ്ടെങ്കിൽ രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്. വേണ്ട 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 വെല്ലുവിളിയാൻ വേണ്ടേ വേണ്ട, വെല്ലുവിളിയാൻ വേണ്ടേ വേണ്ട. രാഹുലെന്നൊരു കാമപ്രാന്തൻ, രാഹുലെന്നൊരു കാമപ്രാന്തൻ. പാലക്കാടിന് വേണ്ടേ വേണ്ട, പാലക്കാടിന് വേണ്ടേ. അപ്പോൾ പാലക്കാട് നിന്നുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ടത്. അവിടെ പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ അവിടെ ജനറൽ ആശുപത്രിക്ക് മുൻപിൽ ഇപ്പോഴും സംഘർഷാവസ്ഥയ്ക്ക് കുറവൊന്നുമില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് ഇറക്കുന്നത് വൈകുകയാണ്. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് അവിടെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഈ പ്രതിഷേധക്കാരെ മറികടന്ന് കൊണ്ടുപോകാൻ ഉള്ള അല്ലെങ്കിൽ അതിലൊരു സുരക്ഷാ പ്രശ്നം മുൻനിർത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് ഇറക്കാൻ വൈകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പോലീസും നേരത്തെ അവിടെ കൂടിയിരുന്ന പ്രവർത്തകരുമായി സംഘർഷമുണ്ടാകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പോഴും സമാനമായി തന്നെ ചിലയിടങ്ങളിലൊക്കെ അവിടങ്ങളിൽ അത്തരം പ്രശ്നങ്ങളുണ്ട്, പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരാശങ്ക കൂടിയുണ്ട്. നേരത്തെ അധികം ഫോഴ്സിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു, അങ്ങനെ ഒരു വലിയ സുരക്ഷ അവിടെ ഒരുക്കിയിരുന്നു. പക്ഷേ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല പോലീസ്. അതിനിടെ അവിടെ പ്രവർത്തകരുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. അവിടെ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുൻപിൽ നിന്ന് വരുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പ്രതികരണങ്ങൾ, രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി അല്പസമയം മുൻപ് വന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ അയോഗ്യതാ നടപടിക്ക് നിയമോപദേശം തേടുമെന്നാണ് സ്പീക്കർ പ്രതികരിച്ചത്. എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിയാണ് ഇക്കാര്യം പരിശോധിക്കുക. രാഹുൽ MLA സ്ഥാനത്ത് തുടരുന്നത് മോശം സന്ദേശം നൽകുമെന്നാണ് സ്പീക്കർ AN ഷംസീർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. ഇത് സ്വാഭാവികമായി ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം, വെറുമല്ല തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസ്ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും അത് ലീഗൽ പോയിന്റ്, ലീഗൽ എക്സ്പേർട്സുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഡിഫക്ഷന് സാധ്യതയുണ്ടോ എന്നുള്ളത് ലീഗൽ എക്സ്പേർട്സുമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കും. അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. പക്ഷേ ഞങ്ങൾക്കും നിയമത്തിനടി ഉള്ളിൽ നിന്നുകൊണ്ടേ പെരുമാറാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിയമവിദഗ്ധന്മാരുമായി കൂടി ആലോചിച്ച് വേണ്ട തീരുമാനമെടുക്കും. അതിപ്പോ പോലീസ് അന്വേഷണത്തിന്റെ വഴിയിലൂടെ തന്നെ പോകുന്നു. നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ഇത് സംബന്ധിച്ചെല്ലാം നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കി. പക്ഷേ കോൺഗ്രസ് രണ്ട് നിലയിലുള്ള സമീപനമാണല്ലോ സ്വീകരിക്കുന്നത്. പരോക്ഷമായിട്ട് പിന്തുണയ്ക്കുന്നു, പ്രത്യക്ഷമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ അത്
നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ ഇതെല്ലാം കാണുന്നുണ്ട്. ഗവൺമെൻറ് കാര്യത്തിൽ ഇന്നാള് എന്ന രൂപത്തിലല്ല, സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം, അതിൻ്റെ അതിജീവിതയും അതുപോലെ തന്നെ ഇരകളും അവരുടെ ബന്ധുക്കളും എല്ലാം തന്നെ പൊതുസമൂഹത്തിന് മുൻപിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അത് കേരളീയ സമൂഹം അത്തരം കാര്യങ്ങൾ ഗൗരവത്തോടെ കാണുമെന്നാണ് കണക്കാക്കുന്നത്. കേരളത്തിലെ സ്ത്രീകൾക്ക് എന്താ പറയുക, ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം, ഇരകൾക്ക് ഒരു ധൈര്യം ഉണ്ടാകാനുള്ള ഒരു നടപടിയായിട്ട് ഇതിനെ കാണുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ എപ്പോഴോ രാജിവെക്കേണ്ടതാണ്. ഒരു വളർന്നു വരുന്ന ഓരോ കുട്ടികൾക്ക് പോലും ഇങ്ങനെ ആവരുത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വ്യക്തിത്വം കൂടിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഇനിയും പുറത്തു വരാനുള്ള ഇരകൾ ഒരുപാടുണ്ട് എന്ന് വ്യക്തമായി അറിയാം. അവരൊക്കെ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇതുപോലെയുള്ള സമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല, സാഹിത്യ മേഖല, സിനിമാ മേഖല അടക്കമുള്ള ഇടങ്ങളിൽ ഇതുപോലെ വേട്ടക്കാരന്മാർ നിൽക്കുമ്പോൾ സ്ത്രീകൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായതിനെ തുടർന്നുള്ള ചില പ്രതികരണങ്ങൾ കൂടിയാണ് കണ്ടത്. എന്തായാലും അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ AR ക്യാമ്പിൽ വെച്ചാണ് ചോദ്യം ചെയ്തിരുന്നത്. അതിനുശേഷം അവിടെ നിന്ന് നേരെ കൊണ്ടുപോയത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കാണ് വൈദ്യപരിശോധനയ്ക്കായി. അവിടെ വൈദ്യപരിശോധന കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ രാഹുൽ പുറത്തേക്ക് വന്നിട്ടില്ല. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, നേരത്തെയൊക്കെ പോലീസുമായി ചില്ലറ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നത് കണ്ടതാണ് നമ്മൾ പ്രതിഷേധക്കാരുമായി. ഇപ്പോൾ അത്തരം അവസ്ഥ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ടോ? രാഹുൽ ഉടനെ പുറത്തേക്ക് വരാനുള്ള സാധ്യത എത്രത്തോളം? തീർച്ചയായിട്ടും ഇപ്പോഴും ഈ പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അതുതന്നെയാണ്. കാര്യം രാഹുലിനെ ഏത് നിമിഷം വേണമെങ്കിലും പുറത്തേക്ക് ഇറക്കും എന്നുള്ളൊരു അറിവുള്ളത് കൊണ്ട് തന്നെ പ്രതിഷേധക്കാരും തന്നെ ഇവിടെ നിന്നും പിരിഞ്ഞു പോയിട്ടില്ല. പോലീസ് വാഹനം കൂടുതൽ അടുപ്പിക്കുകയും രാഹുലിനെ ഇറക്കാനുള്ള ഒരു ക്രമീകരണം, കൂടുതൽ ഫോഴ്സ് എത്തി അത് ഒരുക്കുകയും ചെയ്തിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ, കാര്യം ഏകദേശം 1.5 മണിക്കൂറോളം ആവുകയാണ് രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഇവിടേക്ക് എത്തിച്ചിട്ട് 1.5 മണിക്കൂർ ആവുകയാണ്. അരമണിക്കൂറാണ് സ്വാഭാവികമായും ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകാനെടുക്കുന്ന ഒരു സമയം. പക്ഷേ അതെല്ലാം കടന്നുകൊണ്ട് ഇപ്പോൾ 1.5 മണിക്കൂറിലേക്ക് എത്തി നിൽക്കുക എന്ന് പറയുമ്പോൾ അത് ആ ഒരു കൂടെ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു സമയം കൂടുതലായിട്ട് എടുക്കുകയും ചെയ്യുന്നത്. കൂടുതൽ ഫോഴ്സ് അവിടേക്ക് എത്തി അവർ സുരക്ഷ ഒരുക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും രാഹുലിനെ വാഹനത്തിലേക്ക് കയറ്റി മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് എന്തായാലും നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ആ ആശുപത്രിക്കുള്ളിൽ വൈദ്യപരിശോധനയുമായി ബന്ധപ്പെട്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അവർ പുറത്തേക്ക് വന്ന് ജീപ്പ് ക്രമീകരിക്കുകയും മറ്റ് സുരക്ഷാ കാര്യങ്ങളായും പ്രതിഷേധക്കാരെ വാഹനത്തിന്റെ മുന്നിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ ഓരോ ഘട്ടത്തിലും പ്രതിഷേധവുമായി കൂടുതൽ പ്രവർത്തകർ, അതായത് പോലീസ് ഓരോ തവണ മാറ്റുമ്പോഴും കൂടുതൽ പേർ പ്രതിഷേധവുമായി വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. രോഗികളും ഒപ്പം ഇവിടേക്ക് എത്തിക്കാരും ഇത്തരത്തിൽ രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നത് കൊണ്ടാണ് ഈ സമയം അവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പോലീസ് ആ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് കൂടുതൽ എത്തുന്നു, ഇവിടെ ഒരു സുരക്ഷ ഒരുക്കുന്നു. AR ക്യാമ്പിൽ നിന്ന് 11:30യോടുകൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി എത്തിക്കുന്നു. അതിന് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധം, എത്തിക്കുമ്പോൾ തന്നെ വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടാകുന്നു. ആ പ്രതിഷേധം നിറഞ്ഞു നിന്നത് കൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസ് ഉൾപ്പെടെ എത്തിയതിനു ശേഷം മാത്രമാണ് ഇവിടെ നിന്നും, അതായത് കൂടുതൽ പോലീസ് എത്തിയതിനു ശേഷമാണ് ഈ പ്രതിഷേധക്കാരെ ഒന്ന് മാറ്റാൻ സാധിച്ചത്. വാഹനത്തിന് മുന്നിൽ നിന്ന് പ്രതിഷേധക്കാരെല്ലാം പൂർണ്ണമായി മാറ്റാൻ പോലീസിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അധികം വൈകാതെ തന്നെ, അതായത് ഈ പോലീസിന്റെ ക്രമീകരണം അത് തന്നെയാണ് കാര്യം. അധികം വൈകാതെ രാഹുലിനെ പുറത്തേക്ക് ഇറക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, അതിനുള്ള ഒരു സുരക്ഷ എന്തായാലും ഷീൽഡുകൾ ഉയർത്തിക്കൊണ്ട്, ആരും പ്രതിഷേധക്കാർ രാഹുലിന് അടുത്തോട്ട് എത്താത്ത വിധത്തിൽ ഷീൽഡുകൾ ഉയർത്തിക്കൊണ്ടാണ് പോലീസുകാരെന്തായാലും ഒരു സുരക്ഷ ഒരുക്കുന്നത്, അതിനുള്ള ക്രമീകരണം ഒരുക്കുന്നു. രാവിലെയോടുകൂടെ 4:20 രാഹുൽ മാങ്കൂട്ടത്തിൽ MLA
പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് എത്തുന്നത്. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ അവിടെ ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷം 11:30 കൂടെ, അതായത് ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന് വന്ന് രേഖകൾ മറ്റു കാര്യങ്ങളെല്ലാം അറ്റസ്റ്റ് ചെയ്തതിനു ശേഷം ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരുന്നു. വൈദ്യപരിശോധന പൂർത്തിയായതിനു ശേഷം ഏറെ സമയമാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെയും രാഹുലിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ പ്രതിഷേധക്കാർ തടിച്ചുകൂടി നിൽക്കുന്നു. പോലീസിന് സുരക്ഷ ഒരുക്കുന്നതിന് വലിയ വെല്ലുവിളികൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ സമയമെടുക്കുന്നത്. ഒരു MLA കൂടി ആയതുകൊണ്ട് കൂടുതൽ, അതായത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രതിക്ക് ഒരു കയ്യേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോലീസിന് തന്നെ വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടായിത്തീരും. അതുകൊണ്ടാണ് അത്തരത്തിലൊന്നും ഉണ്ടാകാത്ത രീതിയിൽ പ്രതിഷേധക്കാരെ പറ്റുന്ന അത്രയും പേരെ ഇവിടെ നിന്നും പൂർണ്ണമായി നീക്കം ചെയ്യാനുള്ള ശ്രമിച്ചിരുന്നു. അത് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത്, അതായത് വരുന്ന വഴിക്ക് ഏകദേശം 1 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് മജിസ്ട്രേറ്റിന്റെ വീടെന്ന് പറയുന്നത്. അവിടേക്ക് എത്തിക്കുന്ന വഴികളിൽ വേണ്ട സുരക്ഷ ഒരുക്കുക, ആ റോഡൊക്കെ ക്ലിയർ ചെയ്യുക, അക്കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. രാഹുലിനെ ഇനി വാഹനത്തിലേക്ക് കയറ്റുക, അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക, സ്വാഭാവിക നടപടിക്രമമെന്നോണം റിമാൻഡിലേക്ക് പോവുക എന്നുള്ള കാര്യം തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ആകാനാണ് സാധ്യത എന്നുള്ളതാണ്.